കഥയും കാര്യവും എന്ന നമ്മുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1968 നടന്ന മെക്സിക്കോ ഒളിമ്പിക്സില് മാരത്തണിൽ പങ്കെടുക്കുന്നതിനായി ടാൻസാനിയയിൽ നിന്ന് അയക്കപ്പെട്ട പ്രതിനിധിയായിരുന്നു ജോൺ സ്റ്റീഫൻ അക്വാരി എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മെക്സിക്കോയിലെ മാരത്തൺ ഓട്ടം എന്ന് പറയുന്നത് 26 മൈലും 386 യാർഡ്സും ഉള്ള ദൂരമാണ്. വളരെ മെഡൽ പ്രതീക്ഷയുള്ള ഈ മനുഷ്യൻ ഈ മത്സരത്തില് പങ്കെടുക്കുന്നതിനിടെ തൻ്റെ കാലിന് ഒരു ക്ഷതം പറ്റി. പെട്ടെന്ന് ഡോക്ടർമാർ വന്നു, അദ്ദേഹത്തിന്റെ കാലിന് ആവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്തു. പക്ഷേ ആ ക്ഷതം പറ്റിയത് കൊണ്ട്, ആ ഇഞ്ചുറി മുഖാന്തരം അദ്ദേഹത്തിന്റെ കാലിന് സഹിക്കാൻ പാടില്ലാത്ത വേദനയും പ്രശ്നവും ഉണ്ടായി. എങ്കിലും അദ്ദേഹം ഈ മാരത്തിൽ നിന്നും പിന്മാറാതെ ആ വേദനയുള്ള കാലുമായി ഞൊണ്ടിയാണെങ്കിൽ ശരി ആ മാരത്തണില് മുൻപോട്ട് പോയി. മാരത്തൺ ഫിനിഷിംഗ് പോയിന്റില് എല്ലാവരും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് ഈ അക്വാരിക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞത്. ആ സമയത്ത് അദ്ദേഹത്തിന് അടുത്ത് നിന്ന ആളുകൾ ചോദിച്ചു, ഇത്ര വലിയ വേദന സഹിച്ചുകൊണ്ട് ഇത്രമാത്രം പ്രയാസപ്പെട്ട് ഈ മാരത്തൺ ഓടി തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന്. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യം ടാൻസാനിയയിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ രാജ്യം എന്നെ മെക്സിക്കോ ഒളിമ്പിക്സിലേക്ക് അയച്ചത് ഒളിമ്പിക്സ് തുടങ്ങി വെക്കുവാനല്ല, അത് ഫിനിഷ് ചെയ്യുവാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മൈ കൺട്രി ഡിഡ് നോട്ട് സെൻഡ് മീ ടു സ്റ്റാർട്ട് ദി ഒളിമ്പിക്സ് അറ്റ് മെക്സിക്കോ സിറ്റി ബട്ട് ടു ഫിനിഷ് ദി റേസ് എന്ന് പറയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിൽ പവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ച മാരത്തൺ ഓട്ടം ഓടി തീർക്കുക എന്നുള്ളതാണ്. അത് ക്ഷീണനായാലും ശരി, പ്രയാസം ഉണ്ടാണെങ്കിലും ശരി, തടസ്സമുണ്ടെങ്കിലും ശരി, തന്നെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ, ഈ സ്റ്റോറി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഒരു വിശ്വാസി ഒരു മാരത്തൺ ഓട്ടക്കാരന് തുല്യമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ വഴിയിൽ ധാരാളം തടസ്സങ്ങളും പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്നുള്ളത് നമുക്ക് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും നിരാശയുടെയും ഏകാന്തതയുടെയും അന്ധകാരത്തിന്റെയും നടുവിലും മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. എന്തെല്ലാം തടസ്സം നേരിട്ടാലും ശരി, എൻ്റെ യാത്ര ഞാൻ പൂർത്തീകരിക്കും, എൻ്റെ വിശ്വാസ യാത്ര ഞാൻ പൂർത്തീകരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ജീവിതം ഒരിക്കലും സുഗമമായിരിക്കയില്ല. പക്ഷേ യാത്രയില് നാം ആരെ സ്മരിക്കുന്നുവോ, ആരെ ഓർക്കുന്നുവോ, ആരാണ് നമ്മെ ഈ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചത് എന്ന് മനസ്സിലാക്കുന്നുവോ, അപ്പോൾ നാം പ്രതീക്ഷകൾക്കൊക്കെയും അപ്പുറമായി നമ്മുടെ വേല പൂർത്തീകരിക്കുവാൻ നാം ശ്രമിക്കും. തിരുവചനത്തില് നാം വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തില്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട്
നമ്മുടെ യാത്ര പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ യേശുവിനെയാണ് നോക്കേണ്ടത് എന്ന്. തന്റെ മുൻപിലുണ്ടായിരുന്ന ലാഭം, ഉണ്ടായിരുന്ന ലാഭം, അതല്ലെങ്കിൽ മുമ്പിലുണ്ടായിരിക്കുന്ന ഭാഗ്യം മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടതയൊന്നും വകവയ്ക്കാതെ ഓട്ടമോടി തികച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദി പെർഫെക്റ്റർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ റേസ് എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. നമ്മളെ പൂർത്തീകരിക്കുന്നവനാണ്, നമ്മുടെ യാത്ര പൂർത്തീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് മാത്രം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇടയ്ക്കുണ്ടാകുന്ന ഭാരവും വേദനയും നാം നിരായാസം തള്ളിക്കളയും. കാരണം നമുക്ക് മുൻപില് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഓട്ടം ഓടിത്തികച്ച കർത്താവാണ്. അതുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ നമ്മുടെ കർത്താവുണ്ട്. അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വേദന സാരമില്ല എന്ന് നാം പറയുവാന് നമുക്കിടയാകും. അതുകൊണ്ട് ഒരു വിശ്വാസി ഇടയ്ക്ക് വെച്ച് തളർന്നു പോകുവാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, പിന്നെയോ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ആളനെ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ ജയിച്ച കർത്താവ്, എല്ലാറ്റിന്മേലും ജയമെടുത്ത കർത്താവ് നമുക്ക് മുൻപിലുള്ളത് കൊണ്ട് അവനെ നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.